ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയും സിംഗപ്പൂരും 5 സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ചു. വികസിത ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ സിംഗപ്പൂർ മൂല്യവത്തായ പങ്കാളിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചരക്കുസേവന നികുതിയിൽ പരിഷ്കാരങ്ങൾ ഈ മാസം 22-ന് പ്രാബല്യത്തിൽ വരും. സാധാരണക്കാർക്കും വ്യവസായങ്ങൾക്കും പുതിയ പരിഷ്കരണം പ്രയോജനപ്രദമാകുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഉത്രാടപ്പാച്ചിൽ കഴിഞ്ഞു. ഒരുമയുടെയും സമഭാവനയുടെയും സ്നേഹസന്ദേശവുമായി നാളെ തിരുവോണം. രാജ്യമെമ്പാടുമുള്ള സ്കൂളുകളിലും കോളേജുകളിലും റോഡ് സുരക്ഷ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സ് സെമിയിൽ. ഇന്നത്തെ മത്സരത്തിൽ ആലപ്പി റിപ്പിൾസിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യത്തെ അധ്യാപകർക്ക് ആശംസകൾ നേർന്നു. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി മുന്നോട്ടു പോകുമ്പോൾ വിജ്ഞാനവും വൈദഗ്ധ്യവും ഉത്തരവാദിത്വവുമുള്ള പൌരന്മാരെ സൃഷ്ടിക്കുന്നതിൽ അധ്യാപകരുടെ പങ്ക് വളരെ പ്രധാനമാണെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ കുറിച്ചു. യുവാക്കളുടെ സ്വഭാവ രൂപീകരണത്തിൽ അധ്യാപകർ പ്രധാന പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കാൻ അദ്ദേഹം അധ്യാപകരോട് ആഹ്വാനം ചെയ്തു. ദേശീയ പുരസ്കാര ജേതാക്കളായ അധ്യാപകരുമായി സംവദിക്കുകയായിരുന്നു ശ്രീ മോദി. രാജ്യവികസനത്തിന് GST വളരെ പ്രധാനമാണെന്നും GST പരിഷ്കരണം സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിനും ഗുണം ചെയ്യുമെന്നും ശ്രീ മോദി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങുമായി വിശദമായ ചർച്ച നടത്തി. പ്രകൃതി സൌഹാർദ്ദ ഡിജിറ്റൽ ഷിപ്പിംഗ് ഇടനാഴി, ബഹിരാകാശ മേഖല, വ്യോമയാന മേഖലയിലെ പരിശീലനവും ഗവേഷണ വികസനവും, ഡിജിറ്റൽ ആസ്തി നവീകരണം എന്നീ മേഖലകളിലെ സഹകരണവുമായി ബന്ധപ്പെട്ട 5 ധാരണാപത്രങ്ങളിൽ തീരുമാനമായി. സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തത്തിനുള്ള രൂപരേഖ ഇരു നേതാക്കളും അംഗീകരിച്ചതായി വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി P. കുമരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. The two leaders adopted a roadmap for our comprehensive strategic partnership. The roadmap truly reflects the range and depth of our bilateral cooperation and provides direction and momentum to it. This roadmap will facilitate bilateral engagements across 8 priority areas, including economic cooperation, skills development, digitalization, sustainability, connectivity, healthcare and medicine, defense and security cooperation, and people-to-people and cultural exchanges. ഇന്ത്യയിലുള്ള ആത്മവിശ്വാസം പങ്കുവച്ചതിന് സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി പറഞ്ഞു. വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനുള്ള യാത്രയിൽ സിംഗപ്പൂരും വിലപ്പെട്ട പങ്കാളിയാണെന്ന് ശ്രീ മോദി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങും ചേർന്ന് മുംബൈ ജയൻ പോർട്ട് PSA ടെർമിനൽ 2ാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം വെർച്വലായി നിർവഹിച്ചു. 4.8 ദശലക്ഷം TEU ശേഷിയുള്ള തുറമുഖം ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ ടെർമിനലായി മാറിയെന്ന് ചടങ്ങിൽ സംസാരിച്ച കേന്ദ്ര സഹമന്ത്രി ശാന്തനു ഠാക്കൂർ പറഞ്ഞു. ഉത്രാടപ്പാച്ചിൽ കഴിഞ്ഞ് മലയാളികൾ നാളെ തിരുവോണാഘോഷത്തിലേക്ക്. ലോകമെമ്പാടുമുള്ള മലയാളികൾ തിരുവോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇന്നലെ മുതൽ ആരംഭിച്ച ഓണാഘോഷവും ജനപങ്കാളിത്തത്താൽ ശ്രദ്ധേയമാവുകയാണ്. ഒരുമയുടെയും സമഭാവനയുടെയും സ്നേഹ സന്ദേശവുമായി എത്തുന്ന തിരുവോണം അവിസ്മരണീയ അനുഭവമാക്കാൻ കേരളീയർ തയ്യാറായി കഴിഞ്ഞു. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഓണാശംസകൾ നേർന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കറും ഓണാശംസകൾ നേർന്നു. കേരളത്തിന്റെ സന്ദേശമായി ഓണത്തിന്റെ ഈണവും ആകർഷണീയതയും ലോകമെമ്പാടും പ്രചരിപ്പിക്കാമെന്നും അദ്ദേഹം ആശംസിച്ചു. ഭേദചിന്തകൾ ഏതുമില്ലാതെ ഒത്തുചേരുന്ന ആഘോഷമാണ് ഓണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സമൃദ്ധിയും സമത്വവും സന്തോഷവും നിറഞ്ഞ കേരളമായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്നും ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഓണം ഊർജ്ജവും പ്രചോദനവും പകരട്ടെയെന്നും മുഖ്യമന്ത്രി ആശംസിച്ചു. നിയമസഭാ സ്പീക്കർ AN ഷംസീറും ജനങ്ങൾക്ക് ഓണാശംസകൾ നേർന്നു. രാജ്യമെമ്പാടുമുള്ള സ്കൂളുകളിലും കോളേജുകളിലും പാഠ്യപദ്ധതിയിൽ റോഡ് സുരക്ഷ ഉൾപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള പ്രാദേശിക ഭാഷകളിൽ വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുന്നത് ഉത്തരവാദിത്വമുള്ള പൌരന്മാരെ വളർത്തിയെടുക്കുന്നതിനുള്ള പ്രധാന ചുവടുവയ്പ്പാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന 7ാമത് ഫിക്കി റോഡ് സുരക്ഷാ സിംബോസിയത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മണിപ്പൂരിൽ സംഘർഷത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന ദേശീയപാത 2 സ്വതന്ത്ര സഞ്ചാരത്തിനായി തുറന്നുകൊടുക്കാൻ തീരുമാനിച്ചു. ന്യൂഡൽഹിയിൽ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരും കുക്കി സോ കൌൺസിൽ പ്രതിനിധി സംഘവും നടത്തിയ കൂടിക്കാഴ്ചകൾക്ക് ശേഷമാണ് തീരുമാനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ചരക്കു സേവന നികുതിയിൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച പരിഷ്കാരങ്ങൾ ഈ മാസം 22-ന് പ്രാബല്യത്തിൽ വരും. നിലവിലെ 4 നികുതി സ്ലാബുകൾക്ക് പകരം 5%, 18% എന്നിങ്ങനെ 2 സ്ലാബുകളുള്ള ഘടന നിലവിൽ വരും. കാർഷിക ഉപകരണങ്ങളുടെയും മരുന്നുകളുടെയും GST 12-ൽ നിന്ന് 5% കുറച്ചു. മെഡിക്കൽ, സർജിക്കൽ, ഡെന്റൽ, വെറ്ററിനറി ഉപകരണങ്ങൾക്ക് 18%-ൽ നിന്ന് 5%-ആയും നികുതി കുറച്ചു. പാൽ, പനീർ, ലഘുഭക്ഷണങ്ങൾ, ബ്രെഡ് എന്നിവയുൾപ്പെടെ 175 പൊതു ഉപഭോഗ ഇനങ്ങൾക്ക് GST ഒഴിവാക്കി. ഫാർമസ്യൂട്ടിക്കൽസ്, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, തുണിത്തരങ്ങൾ, പാദരക്ഷകൾ തുടങ്ങി ദൈനംദിന അവശ്യ വസ്തുക്കളുടെ നികുതി കുറയ്ക്കുന്നതിലൂടെ ഉപഭോക്താക്കൾക്ക് വളരെയധികം നേട്ടമുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പ്രക്രിയയിലും നടപടിക്രമങ്ങളിലും വരുത്തിയ മാറ്റങ്ങൾ വ്യവസായ നടത്തിപ്പ് സുഗമമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. Consumers will benefit in a very big way with the reduction in taxes across the board on almost all items of our day-to-day need. The amount of changes made in process and procedure will contribute also to the ease of doing business. These lower rates will support growth of demand, and industry's scale of operation in the country will grow by leaps and bounds. Greater demand will lead to greater investment, greater jobs. ചരക്കുസേവന നികുതി ഇളവിന്റെ പ്രയോജനം ഉപഭോക്താക്കൾക്ക് ലഭിക്കണമെന്നും സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം കേന്ദ്രം നികത്തണമെന്നും സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ ആവശ്യപ്പെട്ടു. സിമന്റ്, ഓട്ടോമൊബൈൽ, ഇൻഷുറൻസ്, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ നികുതിയിലെ വ്യത്യാസം കേരളത്തിൽ 2500 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കുമെന്നും മന്ത്രി പറഞ്ഞു. GST പരിഷ്കരണം സാധാരണക്കാരെ സംബന്ധിച്ച് ഏറെ ഗുണകരമാണെന്ന് തിരുവനന്തപുരം മാനേജ്മെന്റ് അസോസിയേഷൻ മാനേജ്മെന്റ് കമ്മിറ്റി അംഗവും ചാർട്ടേഡ് അക്കൌണ്ടന്റുമായ ശ്രീ വിനോദ് ഹരിദാസ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. മിഡിൽ ക്ലാസ് കൺസംഷൻ്റെ ഭാഗമായ പല പ്രോഡക്ട്സും 12% നിന്ന് 5% മാറിയിട്ടുണ്ട്. അതുപോലെ ഫുഡ് ഐറ്റംസ് 5% നിന്ന് ഇല്ലായിട്ട്. അതേപോലെ തന്നെ മുഖ്യമായി എയർ കണ്ടീഷണർ, ടെലിവിഷൻസ്, 350cc വരെയുള്ള മോട്ടോർ സൈക്കിൾസ്, ഇതിൻ്റെ എല്ലാം 28% റേറ്റ് ഇപ്പോൾ 18%. ഇതുകൊണ്ട് അവയുടെ വിലയിൽ ഗണ്യമായ വ്യത്യാസമുണ്ടാവും. ആരോഗ്യ മേഖല നോക്കുകയാണെങ്കിൽ തന്നെ ഏതാണ്ട് 33 ലൈഫ് സേവിംഗ് ട്രക്സ് 12% ഇപ്പം നില്ലാക്കിയിട്ടുണ്ട്. അതുപോലെ 3 ലൈഫ് സേവിംഗ് ട്രക്സ് ഇൻക്ലൂഡിങ് ക്യാൻസർ ട്രക്സ് 5% നില്ലാക്കി. അതുപോലെ ഹോസ്പിറ്റാലിറ്റി സെക്ടർ നോക്കുകയാണെങ്കിൽ ഹോട്ടൽ റൂം താരിഫ് 7500 വരെ താരിഫുള്ള റൂമിന് 12% GST ഇപ്പം 5% കുറഞ്ഞിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ മേഖലയിൽ നോക്കുകയാണെങ്കിൽ സിമെന്റിന്റെ റേറ്റ് 28% 18% കുറച്ചത് ആ മേഖലയ്ക്കും കോസ്റ്റ് റിഡക്ഷനും വളരെ വളരെ പോസിറ്റീവായിട്ടൊരു ഇഫക്റ്റ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പ്രസിദ്ധീകരിക്കുന്ന 2025-ലെ NIRF ഇന്ത്യ റാങ്കിംഗ് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. IIT മദ്രാസ് പൊതുവിഭാഗത്തിൽ 1ാമതെത്തി. സംസ്ഥാന പൊതു സർവകലാശാലകളുടെ വിഭാഗത്തിൽ കേരള സർവകലാശാല രാജ്യത്ത് 5ാം സ്ഥാനം നേടി. കാർഷിക മേഖലയിലെ സർവകലാശാലകളിൽ കേരള കാർഷിക സർവകലാശാല പ്രകടനം മെച്ചപ്പെടുത്തി 12ാം സ്ഥാനത്തേക്ക് ഉയർന്നു. എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ NIT കാലിക്കറ്റ് 21ാം റാങ്ക് കരസ്ഥമാക്കി. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സ് സെമിയിൽ. ആലപ്പി റിപ്പിൾസിനെ 4 വിക്കറ്റിന് തോൽപ്പിച്ചാണ് കൊല്ലം സെമിയിലെത്തിയത്. തോൽവിയോടെ ആലപ്പി റിപ്പിൾസ് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്, കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ്, തൃശൂർ ടൈറ്റൻസ് എന്നിവയാണ് സെമി ഫൈനലിൽ പ്രവേശിച്ച മറ്റ് ടീമുകൾ. വനിതാ ക്രിക്കറ്റർമാർക്ക് പ്രൊഫഷണൽ വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന വനിതാ ക്രിക്കറ്റ് ലീഗിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും പ്രദർശന മത്സരവും മറ്റന്നാൾ വൈകിട്ട് തിരുവനന്തപുരം കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നടക്കും. കേരള ക്രിക്കറ്റ് അസോസിയേഷനാണ് ലീഗ് സംഘടിപ്പിക്കുന്നത്. ഏഷ്യ കപ്പ് ഹോക്കി ചാമ്പ്യൻഷിപ്പ് സൂപ്പർ 4-ൽ ഇന്ത്യ മലേഷ്യ മത്സരം പുരോഗമിക്കുന്നു. ഇന്നലെ നടന്ന ആദ്യ സൂപ്പർ 4 മത്സരത്തിൽ മലേഷ്യ ചൈനയെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ചിരുന്നു. 2ാം മത്സരത്തിൽ ഇന്ത്യയും കൊറിയയും സമനിലയിൽ പിരിഞ്ഞു. US ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസിൽ യുകി ഭാംറി, മൈക്കൽ വീനസ് സഖ്യം സെമി ഫൈനലിൽ. ഇന്ന് അർദ്ധരാത്രി നടക്കുന്ന സെമിയിൽ ഇരുവരും UK സഖ്യത്തെ നേരിടും. വനിതാ സിംഗിൾസ് സെമി ഫൈനൽ നാളെയും പുരുഷ സിംഗിൾസ് സെമി ഫൈനൽ മറ്റന്നാളും നടക്കും. 2025-ലെ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന് ഇംഗ്ലണ്ടിലെ ലിവർപൂളിൽ തുടക്കമായി. ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ 20 അംഗ സംഘത്തെയാണ് അണിനിരത്തുന്നത്. 2 തവണ ലോക ചാമ്പ്യൻഷിപ്പ് നേടിയ നിഖാത് സരീൻ, ടോക്കിയോ ഒളിമ്പിക് വെങ്കല മെഡൽ ജേതാവ് ലവ്ലിന ബോർഗോഹെൻ, 2021-ലെ ലോക യൂത്ത് ചാമ്പ്യൻ സച്ചിൻ സിവാച്ച്, ഹർഷ് ചൌധരി എന്നിവർ ടീമിലുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയും സിംഗപ്പൂരും 5 സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ചു. വികസിത ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ സിംഗപ്പൂർ മൂല്യവത്തായ പങ്കാളിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചരക്കുസേവന നികുതിയിൽ പരിഷ്കാരങ്ങൾ ഈ മാസം 22-ന് പ്രാബല്യത്തിൽ വരും. സാധാരണക്കാർക്കും വ്യവസായങ്ങൾക്കും പുതിയ പരിഷ്കരണം പ്രയോജനപ്രദമാകുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ.
ഉത്രാടപ്പാച്ചിൽ കഴിഞ്ഞു. ഒരുമയുടെയും സമഭാവനയുടെയും സ്നേഹ സന്ദേശവുമായി നാളെ തിരുവോണം. രാജ്യമെമ്പാടുമുള്ള സ്കൂളുകളിലും കോളേജുകളിലും റോഡ് സുരക്ഷ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സ് സെമിയിൽ. ഇന്നത്തെ മത്സരത്തിൽ ആലപ്പി റിപ്പിൾസിനെ തോൽപ്പിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.